നീ കരയാതെ കാര്യം പറയാമോ? എന്തിനാ ലച്ചു കരഞ്ഞുകൊണ്ട് ഓടിയത്? നിന്നെ കവിതേച്ചി വഴക്ക് പറഞ്ഞോ? നിനക്കറിയില്ലേ കവിതേച്ചി അവരെ എങ്ങനെ നോവിക്കാന്ന് പറഞ്ഞാ നടക്കുന്നെ? ലച്ചുവിനോട് ഞാൻ സീരിയസ് ആയ ഒരു കാര്യം പറയട്ടെ. സ്വാതി പിണങ്ങി വീട്ടിൽ ചെന്ന് നിൽക്കുക. കവിതേച്ചി ഭ്രാന്ത് പിടിച്ച മട്ടിലും. മുത്തശ്ശിയുടെ മരണവും കഴിഞ്ഞു. ഈ അവസരത്തിൽ എന്ത് ചെറിയ സംഭവം ഉണ്ടായാൽ പോലും മനസ്സിൽ വയ്ക്കാതെ നമ്മളത് ഷെയർ ചെയ്യണം. നമ്മളെല്ലാവരും ഭയപ്പെടുന്നത് ഒരു സത്യത്തെയാണ്. അത് ഏത് വഴിക്കാ പുറത്തേക്ക് പോകുന്നതെന്ന് നമുക്കറിയില്ല. അതേക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയാൽ നമ്മളത് തുറന്നു പറയണം. എന്താമോ? ചേച്ചി വിവരങ്ങളെല്ലാം അറിഞ്ഞ പോയതെന്ന് അപ്പച്ചി എന്നോട് പറഞ്ഞു. അവര് നിന്നോട് ഈ വിഷയം സംസാരിക്കുമ്പോൾ നീ സൂക്ഷിച്ചു വേണം മറുപടി പറയാൻ. നിന്നെ കൊണ്ട് പറയിപ്പിച്ച് അത് റെക്കോർഡ് ചെയ്യാനായിരിക്കും അവർ ശ്രമിക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നും പറയില്ല. പക്ഷെ ചേച്ചി സത്യം അറിഞ്ഞു എന്നുള്ളത് ഉറപ്പാ. അതിനെന്തുറപ്പാ അമ്മൂനുള്ളത്? ചേച്ചി കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. അമ്മു, നീ എന്തേ പറഞ്ഞത്? കവിതേച്ചി തന്നെയാണോ ഇതും എന്നോട് പറഞ്ഞത്? നീ ഈ വിവരം അറിഞ്ഞിരുന്നോ? ഞാൻ സഞ്ജുവിനെ വിളിച്ചതല്ലേ. സഞ്ജു എന്നോടിത് പറഞ്ഞില്ലല്ലോ. കാവേരി ചേച്ചി ചേച്ചിയുടെ അമ്മയെ വിളിച്ചൊന്ന് ചോദിക്ക. അപ്പൊ സത്യം അറിയാലോ. ഞാൻ എന്താ വല്യച്ചോട് ചോദിക്കേണ്ടത്? ശ്രീകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചെന്നോ? അത് സത്യമല്ലെങ്കിലോ? കവിതേച്ചി പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല. കാവേരി ചേച്ചി വിശേഷം ചോദിക്കുന്ന മട്ടിലൊന്ന് വിളിക്കേ. ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നത്. നമുക്ക് ചന്ദ്രകാന്തം വരെ ഒന്ന് പോയാലോ അമ്മു? ശ്രീകുട്ടി ഇപ്പൊ വരെ ഒന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നത് മണ്ടത്തരോ? അമ്മയ്ക്ക് ഇപ്പൊ യാത്ര ചെയ്യാൻ പോലും പറ്റുന്ന ശാരീരികാവസ്ഥയിലല്ല. ഞാൻ അമ്മയുടെ കൂടെ വന്ന അമ്മയുടെ മകൻ എന്നെയായിരിക്കും ശകാരിക്ക. സ്വാതി പോയിട്ടില്ലേ ഉള്ളൂ അമ്മേ. ശ്രീദേവിയമ്മ അല്പം ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഞാനിനി എന്ത് ചെയ്യും ദൈവമേ?